ഹായ് ഫ്രണ്ട്സ്, ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും നൂലപ്പത്തിൻ്റെയും അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പനീർ മസാല ഈ ഒരു തിക്നെസ്സിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് ഒന്ന് കണ്ടാലോ. ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമ്മുടെ രാവിലത്തെ കാര്യമൊക്കെ അടിപൊളിയായിട്ട് നടക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രഷ് പനീർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ഒരു ഫ്രഷ് പനീറാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാണ് ഐറ്റം. ഇത് മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല, കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്, ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സബോള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രണ്ട് ഐറ്റം മാത്രം മതി. ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമുക്ക് ഇതിന് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പനീറുണ്ടല്ലോ, ഇത് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം കേട്ടോ. ഹൈ റിച്ച് പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയ ഒരു ഹെൽത്തി ഫുഡാണ് കേട്ടോ നമ്മുടെ പനീർ. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് കുട്ടികൾക്ക് ഡെയിലിയോ ഒന്നരാടോ കൊടുക്കാനൊന്ന് ശ്രമിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ വാട്ടി ഏകദേശം ഈ ഒരു പരുവം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വാടിയാൽ മതി, നമുക്ക് ഒരുപാട് അങ്ങോട്ട് മൊരിഞ്ഞ് പോകണ്ട കേട്ടോ. അങ്ങനെ ഇത്രയും വാടിയ ശേഷം ഞാനൊരു ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കറിക്ക് എരിവ് അധികം ആവശ്യമില്ല, അതുകൊണ്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി മാത്രം ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഉപ്പ് ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു എങ്ങനെയാണ് ഇതൊന്ന് ബാലൻസ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ കൂടിപ്പോകും. അതുകൊണ്ട് ലാസ്റ്റാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഏകദേശം ഈ ഒരു പരുവം ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് അല്പം വെള്ളം ചേർത്ത് ഒന്ന് അടിക്കും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ചൂടാറാൻ വേണ്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ അല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കണ്ട. അപ്പോൾ നമ്മൾ ഈ പാൻ തന്നെ കഴുകേണ്ട ആവശ്യമില്ല, ഇതിവിടെ തന്നെ വെക്കാം. ഇതിലന്ന് തന്നെയാണ് നമ്മളിനി ബാക്കിയുള്ള കുക്കിങ്ങും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ ഇതുപോലെ വെള്ളം ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഈ പാനിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം നമുക്ക് കുറച്ചും കൂടിയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് തേങ്ങ അരച്ച പോലെ തന്നെ കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ലേശം ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഈ കറിക്ക് ടേസ്റ്റ് കൂടാൻ സഹായിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റായിട്ട് മാറും കേട്ടോ, ഇതിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറും. ഇനി ഈ സമയത്താണ് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവയെല്ലാം ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഒക്കെ ഒന്ന് തിക്കായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പനീറുണ്ടല്ലോ, അത് ഞാൻ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി. നമ്മുടെ പനീറിന് അധികം വേവൊന്നും ഇല്ല. 2 തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ പനീർ ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ചിക്കൻ കറിയാണ് കേട്ടോ ഇഷ്ടം, ചപ്പാത്തി ചിക്കൻ കറി ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിന് പനീർ ചിക്കൻ എന്ന് ഞാനൊരു പേരും ഇട്ടു കേട്ടോ ഇതിന്. അങ്ങനെ ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും കേട്ടോ. തേങ്ങയൊന്നും ചേർക്കാതെ നല്ല കൊഴുപ്പിന് അടിപൊളി ടേസ്റ്റിന് നമ്മുടെ പനീർ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇത് ഞാൻ കൊടുക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു, നമ്മുടെ പനീർ മസാലയും കൂട്ടി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുശാൽ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. ബൈ.